ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ ആ വിഷയത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയുമായിരിക്കും. അതായത് എറണാകുളത്ത് കലൂരിൽ വെച്ചിട്ട് അനുപമ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറും അവരുടെ ബോയ്ഫ്രണ്ടും കൂടി ചേർന്ന് 12 വയസ്സായിട്ടുള്ള അവരുടെ മകനെ അസാൾട്ട് ചെയ്ത വിഷയത്തെ കുറിച്ചിട്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് വേർപിരിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ചില സമയത്ത് ആ കുട്ടി അച്ഛന്റെ കൂടെ ആയിരിക്കും, ചില സമയത്ത് അവൻ അമ്മയുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നുണ്ടായിരിക്കുക. ഞാൻ ആ കാര്യങ്ങളിലോട്ട് വിശദമായിട്ട് പോകുന്നില്ല. 12 വയസ്സായിട്ടുള്ള കുഞ്ഞ് ഇപ്പോഴും അമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അപ്പൊ ഈ കുട്ടി ഇല്ലാത്ത സമയത്തായിരുന്നു അധികം അമ്മയുടെ ബോയ്ഫ്രണ്ട് വന്നിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ പിന്നീട് 1-2 മാസമായിട്ട് അമ്മയുടെ കൂടെ സ്ഥിരമായിട്ട് ഇയാള് താമസിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് ആ കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അനുപമ എന്ന് പറയുന്ന ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് ഭർത്താവിൽ നിന്നും മാറി താമസിക്കുന്ന ഡിവോഴ്സി ആയിട്ടുള്ള ഒരു വനിതയാണ്. ഞാൻ എല്ലാത്തിലും കാണുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു അമ്മ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. അവർക്ക് ഇത്തരത്തിൽ വേറെ ആളുകളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവാൻ പാടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്ക് മറ്റേതെങ്കിലും ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള സൗഹൃദം ഉണ്ടാവാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്ത എന്തൊരു വൃത്തികെട്ട അമ്മയാണ് എന്നൊക്കെയാണ് ഞാൻ പല സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ഒരു അമ്മയാണ്. തീർച്ചയായും നമ്മൾ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ ഇമ്പോർട്ടൻസ് കുഞ്ഞിന് തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഒരു പ്രായം വരെ. പ്രത്യേകിച്ചും അവരുടെ കുഞ്ഞുനാൾ മുതൽ അവർ ടീനേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഒരു കുഞ്ഞിന്റെ എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് അനുപമ എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഞാൻ 3-4 കാരണങ്ങളാണ് എനിക്ക് ഇവരിൽ കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവരോട് എതിർപ്പ് എനിക്കുള്ളത്. അവർ എത്രയോ വർഷങ്ങളായിട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞ് ഡിവോഴ്സായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് സെക്ഷൻ നീഡ് പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു ബോയ് ഫ്രണ്ട് പാടില്ല, ഭർത്താവ് പാടില്ല, ഇതിനൊന്നും ഞാൻ എതിരല്ല. എല്ലാവരും എന്നെ പോലെ ആണെന്നൊന്നും ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല. പലർക്കും പല ടേസ്റ്റും അതുപോലെ തന്നെ പല ഇമോഷൻസും ഒക്കെ ആയിരിക്കും. മനുഷ്യർ എന്ന് പറയുന്നത് വ്യത്യസ്തരാണല്ലോ. അപ്പം എനിക്ക് 3-4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളുമായിട്ട്. ഒന്നാമത്, ഇവർക്ക് ഒട്ടും ഡിസിപ്ലിൻ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഇമോഷണൽ ഡിസിപ്ലിൻ. ഒരു അമ്മയാകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമോഷണൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. 12 വയസ്സായിട്ടുള്ള ഒരു മകൻ ഇപ്പോഴും അമ്മയുടെ കൂടെ, അല്ലെങ്കിൽ 12 വയസ്സുള്ള ഒരു മകൾ ഒരു അച്ഛന്റെ കൂടെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഒരു ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. 5 വയസ്സ് മുതൽക്ക് തന്നെ